മത്സ്യന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുറച്ച് ദിവസമായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് വരുന്ന ഒരു കമന്റ് ഉണ്ട് കേട്ടോ, മല്ലു ഒരു സോംബി മൂവി ചെയ്യുമെന്ന്. തീർച്ചയായിട്ടും ഇന്ന് നമ്മളൊരു കിടിലൻ സോംബി മൂവിയുടെ കഥ തന്നെയാണ് പറയാൻ പോകുന്നത്. ഒരൊന്നാന്തരം ഒരാളുടെ ഒറ്റയ്ക്കുള്ള സർവൈവൽ. എപ്പോഴത്തെയും പോലെ തന്നെ ഈ കഥയിലും വല്ലാത്തൊരു വൈറസ് ഒറ്റയടിക്ക് ലോകം മുഴുവനും സ്പ്രെഡ് ആവുകയാണ്. എന്നാൽ ലോകത്തിൽ പല ഭാഗത്തും ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ കഥാനായകനായിട്ടുള്ള മാനുവൽ ഇതിന് വളരെ സില്ലി ആയിട്ട് കാണുക. ഒന്നാമത് അവൻ ഈ കാര്യം ഒന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ പിന്നീട് ഒരു ദിവസം അവൻ നേരിട്ട് കാണുകയാണ് ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ടും സോംബിയായി മാറുന്നത്. അതോടുകൂടിയിട്ട് പ്രശ്നം എത്രത്തോളം ഗുരുതരാണെന്ന് അവന് മനസ്സിലായി. എവിടെയും നിൽക്കാൻ പറ്റുന്നില്ല. എവിടെ പോയാലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ സോംബികളും. ആ സമയത്താണ് അവന്റെ ചേച്ചി അവനോടൊരു കാര്യം പറയുന്നത്. കാരണം ചേച്ചിയുടെ ഭർത്താവ് ഒരു മിലിറ്ററിക്കാരനാണ്. അവരെല്ലാവരും താമസിക്കുന്ന ആ ഒരു ഐലൻഡ് അവിടെ വളരെയധികം സേഫ് ആണ്, നീ ഇങ്ങോട്ടേക്ക് വന്ന്. അങ്ങനെ മാനുവൽ ഒറ്റയ്ക്ക് ആ ഒരു ദ്വീപിലേക്ക് പോവാണ്. അവൻ ആ ഒരു ദ്വീപിലേക്ക് സുരക്ഷിതമായിട്ട് എത്താൻ കഴിയുമോ? അതുപോലെ ഈ ഒരു ഒറ്റയ്ക്കുള്ള യാത്രയിൽ അവൻ എന്തൊക്കെ നേരിടേണ്ടി വരും? ഇതാണ് നമ്മൾ ഈ ഒരു സിനിമയിലൂടെ കാണാൻ പോകുന്നത്. എന്നാൽ പിന്നെ ഈ ഒരു കഥ കേട്ട് തുടങ്ങുകയല്ലേ. സിനിമയുടെ ആരംഭത്തിൽ കഥാനായകനായിട്ടുള്ള മാനുവല് അതുപോലെ തന്നെ അവന്റെ ഭാര്യയായിട്ടുള്ള ജൂലിയ രണ്ടുപേരെയും കാണിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും കൂടെ ഒരു കുട്ടിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെറുക്കനെ ഒന്ന് ഉറക്കാൻ വേണ്ടി രണ്ടുപേരും നോക്കുന്നുണ്ട്. എന്നാൽ ചെറുക്കൻ പറയാണ്, അങ്കിളുടെ ആ ഒരു പൂച്ചയുണ്ടല്ലോ, പൂച്ചയുടെ വീഡിയോ കാണിച്ചു തന്നാലേ ഞാൻ ഉറങ്ങുള്ളൂ എന്ന് പറയണം. അങ്ങനെ മാനുവല് അവന്റെ ഫോണിൽ അവന്റെ പൂച്ചയുടെ വീഡിയോ ഉണ്ടായിരുന്നു, അത് കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് മാനുവലിന്റെ ചേച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ലൂസിയുടെ മകനാണ് ഈ ചെറുക്കൻ കേട്ടോ. അതുപോലെ തന്നെ ലൂസിയുടെ ഹസ്ബൻഡ് മിലിറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ചെറുക്കനെ കുറച്ചു നേരം ഒന്ന് നോക്കാൻ വന്നതാണ്. എന്തായാലും ലൂസി വന്നപ്പോ എന്നാ ചേച്ചി ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് മാനുവൽ അതുപോലെ തന്നെ ജൂലിയ ഇവിടുന്ന് തിരിച്ചു പോവാണ്. പോകുന്ന സമയത്ത് കാർ ഓടിക്കുന്നത് ജൂലിയാണ് കേട്ടോ. അപ്പൊ ജൂലി ചോദിക്കുന്നുണ്ട്, മാനുവലെ നമുക്കൊരു കുഞ്ഞ് വേണ്ടേ? എന്നാൽ മാനുവൽ പറയുന്നത്, എടോ അതിനുള്ള സമയമായിട്ടില്ല. ഇതേ നേരം പെട്ടെന്ന് അതിലൂടെ ഒരു കാർ പാസ് ചെയ്ത് പോവാണ്. ജൂലി അത് കണ്ടില്ല, അവളുടെ കൺട്രോൾ പോവാണ്. എന്നാലും എങ്ങനെയൊക്കെയോ കാറിന്റെ ബ്രേക്ക് ചവിട്ടുന്നുണ്ട്. ഇപ്പൊ റോഡിൽ ക്രോസ് ആയിട്ട് നിൽക്കാണ് കാറ്. ഇപ്പൊ മാനുവൽ ചോദിക്കുന്നുണ്ട്, ജൂലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? അവളൊന്ന് ദീർഘശ്വാസം വിട്ട്, കുഴപ്പമൊന്നുമില്ല, ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി എന്ന് പറയണം. എന്നാൽ ഒരു സെക്കൻഡുകളുടെ ഗ്യാപ്പിൽ പെട്ടെന്ന് അതിലൂടെ ഒരു ട്രക്ക് പോയി. ആ ട്രക്ക് വന്നിട്ട് ഇവരുടെ കാറിന് ഒരേറ്റ ഇടിയിടിക്കുകയാണ്. തകർന്ന് തരിപ്പണായിട്ട് തെറിച്ചു പോയി വീഴുന്നുണ്ട് ഈ ഒരു കാറ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന മാനുവലിനെ കാണിക്കുകയാണ്. അന്നത്തെ അപകടത്തിൽ അവൻ മാത്രമേ സർവൈവ് ആയിട്ടുള്ളൂ. ജൂലിയ അവള് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ ഈ മാനുവൽ ഉണ്ടല്ലോ, ടി വി ഓണാണ് കേട്ടോ. അതേ നേരം തന്നെ ടി വിയിൽ ഒരു വാർത്ത കാണിക്കുന്നുണ്ട്, യൂറോപ്പിലേക്ക് ഒരു പ്രത്യേകതരം വൈറസ് കടന്നുകൂടിയിരിക്കുകയാണ്, TSG. ഡോക്ടേഴ്സ് എല്ലാം ഇതിനെക്കുറിച്ച് വാർത്തയിൽ പറയുന്നുണ്ട്. വളരെ വേഗത്തിലാണ് ഈ ഒരു വൈറസ് പടർന്നു പിടിക്കുന്നത്. അതുപോലെ സയന്റിസ്റ്റുകൾ ഈ വൈറസിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കണ്ടുപിടിക്കാനുള്ള റിസർച്ചിലാണ്. ഇന്ന് വരെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വാർത്ത ടി വിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊന്നും യാതൊരു കൂസലും ഇല്ലാതെ, അതൊന്നും മൈൻഡ് ആക്കുക പോലും ചെയ്യാതെ മാനുവൽ ഇപ്പൊ നേരെ കുറെ ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്, അതെല്ലാം എടുത്ത് നോക്കുകയാണ്. പിന്നീട് അതെല്ലാം ഡ്രോയറിലേക്ക് വെച്ചിട്ട് അവൻ നേരെ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ സമയത്ത് വീണ്ടും ടി വിയിൽ ഒരു കാഴ്ച കാണിക്കുന്നുണ്ട്. ഈ വൈറസ് കാരണം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഇയാൾ കിടന്നങ്ങനെ പെടക്കുകയാണ്, ലൈക്ക് സോംബി. അത് തന്നെ മാരകമായിട്ടുള്ള ആ ഒരു വൈറസ് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവിക്കുക. എന്നാൽ ഇത്രയും വലിയൊരു കാര്യം ടി വിയിൽ കാണിക്കുമ്പോഴും യാതൊരു മൈൻഡും ഇല്ല മാനുവലിന്. എന്തായാലും കാർ എടുത്തുകൊണ്ട് വീട്ടിന് പുറത്തേക്ക് പോയപ്പോ ഒരുപാട് ആൾക്കാർ ഈ സ്ഥലം വിട്ടതിന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്തായി എന്ന് കരുതിയിട്ട് മാനുവൽ നേരെ ബീച്ച് സൈഡിലേക്ക് പോകണം. അവിടെ അവനൊരു ചെറിയ ബോട്ട് ഉണ്ട്, അത് വാങ്ങിക്കാനായിട്ട് രണ്ട് ലേഡീസ് വന്നിട്ടുണ്ട്. അപ്പൊ അവരൊന്ന് ഡീല് ചെയ്യാനാണ് അങ്ങോട്ടേക്ക് പോയത്. മാത്രമല്ല ആ ചെറിയ ബോട്ട് ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലായിട്ട് അവന്റെ ഭാര്യ ജൂലിയയുടെ ഒരു ചെറിയ ബ്രേസ്ലെറ്റ് വെച്ചിട്ടുണ്ട്. എക്സ്പെൻസീവ് ആയിട്ടുള്ള അങ്ങനെ സ്വർണത്തിന്റെ ഒന്നും അല്ല കേട്ടോ, നോർമൽ ആയിട്ടുള്ള ഒരു സാധാ ബ്രേസ്ലെറ്റ്. അതുപോലെ ബോട്ട് മേടിക്കാൻ വന്ന ആ രണ്ട് ലേഡീസ് അവർക്ക് എന്തോ ഇത് ഇഷ്ടമായില്ല, അവര് തിരിച്ചു പോവാണ്. അതുപോലെ തന്നെ മാനുവലും കുറച്ച് സാധനം മേടിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് നോക്കുമ്പോൾ ഒടുക്കത്തെ തിരക്ക്. നാട്ടിലുള്ള എല്ലാ ആൾക്കാരും പട്ടിണിയാ തോന്നുന്നു, അമ്മാതിരി വരുത്താണ്. എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് സാധനങ്ങൾ മുഴുവൻ മേടിച്ചുകൊണ്ട് പോവാണ്. ഈ സമയത്ത് മാനുവലിന്റെ ഫോണിലേക്ക് തുടർച്ചയായിട്ട് തന്നെ ചേച്ചിയായിട്ടുള്ള ലൂസി വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അവൻ ഫോൺ പിക്ക് ചെയ്യുന്നൊന്നുമില്ല. വീട്ടിൽ പോയിട്ട് നോക്കിയിട്ട് ഫോൺ എടുക്കാന്ന് കരുതിയിട്ട് അവൻ നേരെ വീട്ടിൽ പോയി ഇരിക്കുമ്പോഴാണ് ടി വിയിൽ ആ ഒരു വാർത്ത കാണുന്നത്. പല ഭാഗത്തുള്ള ആൾക്കാരെയും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അവിടുന്ന് അവരെ മാറ്റുകയാണ് സേഫ് ആയിട്ടുള്ള ദ്വീപിലേക്കും അതുപോലെ തന്നെ ഈ വൈറസ് ഇൻഫെക്ഷൻ വരാത്ത സ്ഥലത്തേക്കൊക്കെ. ഇതൊക്കെ ടി വിയിൽ കണ്ടുകൊണ്ട് അവന്റെ ആ ഒരു പൂച്ചയുണ്ടല്ലോ അതിന് ഭക്ഷണം കൊടുത്തുകൊണ്ട് മാനുവൽ അങ്ങനെ നിൽക്കുകയാണ്. മാത്രമല്ല മേടിച്ചു കൊണ്ടുവന്ന ഭക്ഷണം മുഴുവൻ കൊണ്ടായിട്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് അവൻ ചേച്ചിയെ വിളിക്കുന്നത്. അപ്പൊ ലൂസി ചോദിക്കുന്നുണ്ട്, ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കുന്നത്, നീ എന്താ ഫോൺ എടുക്കാത്തത്? അതിന് ശേഷം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, വീട്ടിൽ വന്നിട്ട് വിളിക്കാന്ന് കരുതി. എടാ നീ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോവാണ്. അതായത് ഈ ഒരു ലൂസിയുടെ ഭർത്താവ് മിലിറ്ററിയിൽ ആയതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിയെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് മാനുവലിനെ ലൂസിയെ വിളിച്ചുകൊണ്ടിരുന്നത്. അവര് പോകുമ്പോൾ അവരുടെ കൂടെ വരാൻ മാനുവലിനോട് പറയുന്നുണ്ട്. എന്നാൽ മാനുവൽ പറയാണ്, ചേച്ചി പോയിക്കോ, ഞാൻ എന്തായാലും ഇപ്പൊ ഇല്ല. എടാ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നീ എന്തിനാ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്? ഈ ഒരു പ്രശ്നം തീരുന്നത് വരെ എന്റെ കൂടെ നിന്നാ മതി, അത് കഴിഞ്ഞാൽ നീ തിരിച്ചു പോയിക്കോ, നീ ഇപ്പൊ അവിടെ ഒറ്റയ്ക്കല്ലെന്ന് പറയുമ്പോൾ മാനുവൽ പറയാണ്, അല്ല ചേച്ചി ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ എന്റെ പൂച്ച കൂടെ ഇല്ലേ. എന്നാൽ ലൂസി വിടുന്നില്ല കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ അവസാനം രക്ഷയില്ലാതെ മാനുവൽ സമ്മതിക്കണം, ഓക്കെ ഞാൻ വരാന്ന് പറയണം. അങ്ങനെ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ മാനുവൽ കാർ എടുത്ത് പോകാൻ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തെ അയൽവാസികൾ അവരുടെ കാറിലേക്ക് സകലമാന വസ്തുക്കളും
കുത്തിക്കയറ്റി അവരവിടുന്ന് പോകുന്നുണ്ട്. അതുപോലെ മാനുവലും അവന്റെ ആ ഒരു പൂച്ചയെ കൂട്ടി നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് റേഡിയോയിലൂടെ ഇപ്പൊ ചുറ്റും നടക്കുന്ന കാര്യങ്ങളുടെ അപ്ഡേറ്റ് അറിയുന്നുണ്ട്. അതായത് ഇപ്പൊ പടർന്നിരിക്കുന്ന ഈ ഒരു വൈറസ് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് അതിന്റെ ആ ഒരു ഘടന മാറ്റുകയാണ്. അതുകൊണ്ട് തന്നെ അത് മനുഷ്യ ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരാൾക്ക് പനിയും ജലദോഷമൊക്കെ ആണെങ്കിൽ മറ്റൊരാൾക്ക് മൂക്കുന്നൊക്കെ ചോര വരിക, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ റിയാക്ട് ചെയ്യുക. അങ്ങനെ ഈ വൈറസ് ഭയങ്കരമായിട്ട് സ്വയം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ നിലവിൽ പുതുതായിട്ട് ഉണ്ടായിരിക്കുന്ന ആ ഒരു വൈറസ് അതെന്താന്ന് പോലും ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇനിയിപ്പോ അത് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്നൊന്നും അറിയാൻ കഴിയില്ല. കുറച്ചു നേരം കഴിഞ്ഞ് മനുഷ്യർ വയലന്റ് ആകുമ്പോഴാണ് അവർക്ക് ഇൻഫെക്ഷൻ ആയി എന്ന് തന്നെ മനസ്സിലാവുക. അതായത് ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരിക്കലും സേഫ് അല്ലാത്തൊരു സിറ്റുവേഷൻ. എന്തായാലും പിന്നീട് മാനുവൽ വേഗം തന്നെ എയർപോർട്ടിലേക്ക് വരികയാണ്. അവിടെ അവനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ വന്നു നിൽക്കുന്നുണ്ട് കേട്ടോ, ഇവിടം വിട്ട് പോകാനായിട്ട്. എന്നാൽ പെട്ടെന്ന് എയർപോർട്ടിലുള്ള ഒരു മെഷീനും വർക്ക് ആവുന്നില്ല, എല്ലാം സ്റ്റോപ്പ് ആയി പോവാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് പുറപ്പെടാൻ നിൽക്കുന്ന എല്ലാ ഫ്ലൈറ്റും എല്ലാം ക്യാൻസൽ ആവുന്നുണ്ട്. ഇത് കണ്ട് നാട്ടുകാർ ആകെ പരിഭ്രാന്തരാവുകയാണ്. പ്രധാനമായിട്ടും അതിലൊരാൾ പറയാണ്, നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത്? മര്യാദക്ക് ഫ്ലൈറ്റ് റെഡിയാക്കിയോ, ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോണെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഭയങ്കര അലമ്പ് കേട്ടാ. ഇതിനിടയിൽ എല്ലാവരുടെ ഫോണിലേക്കും ഒരു അലേർട്ട് മെസ്സേജ് വരുന്നുണ്ട്. ഇതുകൊണ്ട് കണ്ടപ്പോ ആ മനുഷ്യൻ വല്ലാണ്ട് പേടിച്ച് നേരെ റൺവേയുള്ള ആ ഒരു ഭാഗത്തേക്ക് ഓടുന്നുണ്ട്. കുറച്ചധികം സെക്യൂരിറ്റി ഗാർഡ് അയാളുടെ പിന്നാലെ ഓടിച്ചെന്ന് അയാൾ പിടിക്കാൻ നോക്കുന്നുണ്ട്. ഈ സമയത്ത് മാനുവലിനെ അവന്റെ പോട്ട് എല്ലാം ക്ലോസ് ചെയ്യുന്നത്. അതുപോലെ അവന്റെ ചേച്ചി ലൂസിയ മാനുവലിനോട് ഒരു കാര്യം പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നിനക്ക് എത്ര പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയി കഥവും ജനലും എല്ലാം അടച്ചിട്ട് വളരെ സേഫ് ആയിട്ട് കുറച്ച് ദിവസം ഇരിക്കാൻ പറ്റും നോക്ക്. എങ്ങനെയെങ്കിലും ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ നോക്കട്ടെ. ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് മാനുവൽ പോവാൻ നിൽക്കുകയാണ്. അതേ നേരം തന്നെ നേരത്തെ ഒരാൾ ഉള്ളിലേക്ക് പേടിച്ച് ഓടിയില്ലേ, സെക്യൂരിറ്റി ഗാർഡ് പോയിട്ട് അവൻ ഇങ്ങോട്ടേക്ക് പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് ഗണ്ണെടുത്ത് ഇയാളാകെ വയലന്റ് ആയിട്ട് എല്ലാവർക്കും നേരെ ഗണ്ണ് ചൂണ്ടുന്നു കേട്ടോ. ആൾക്കാരൊക്കെ ആകെ ഭയന്നു പോയി. ഇനി എന്തായാലും എയർപോർട്ടിൽ നിന്നൊരു കാര്യമില്ല. മാനുവൽ നേരെ കാർ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോണ്. എന്നാൽ പോകുന്ന വഴിയിൽ റോഡ് മുഴുവൻ ബ്ലോക്ക്. കാരണം പല ആളുകളും ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ റോഡുകൾക്ക് വണ്ടികളെ താങ്ങാൻ പറ്റുന്നതിനും ഒരു കണക്കില്ലേ. കുറെ നേരം വെയിറ്റ് ചെയ്തപ്പോ മാനുവലിന് മനസ്സിലായി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അവൻ അവന്റെ പൂച്ച എടുത്തുകൊണ്ട് നേരെ നടക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ അവന്റെ ആ ഒരു വീട്ടിന്റെ അരികിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം രാത്രി ആയിട്ടുണ്ട്. ആ സമയത്ത് ഒരു കാര്യം കണ്ട് അവൻ ഞെട്ടുന്നുണ്ട്. അവന്റെ തൊട്ടടുത്ത വീട്ടിൽ അവന്റെ അയൽവാസി ഉണ്ടല്ലോ, ആ മനുഷ്യൻ വല്ലാണ്ട് കിടന്ന് ഭ്രാന്ത് പിടിച്ചതുപോലെ വയലന്റ് ആവുന്നു. ഇയാൾ കുറച്ചധികം മെഡിക്കൽ ടീം വന്നിട്ട് അവിടുന്ന് കൊണ്ടുപോവാണ്. അതും ഭയങ്കര സെക്യൂർ ആയിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിലൂടെയാണ് ഇയാൾ കൊണ്ടുപോകുന്നത്. അതായത് സിറ്റുവേഷൻ അത്രയും മോശമാണെന്നാ ഇതിലൂടെ നമ്മളെ കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു സംഭവം നേരിട്ട് കണ്ടപ്പോഴാണ് മാനുവലിനും ഇത് എത്രത്തോളം ഡേഞ്ചർ ആണെന്ന് മനസ്സിലാവുന്നത്. അതുപോലെ അവൻ നന്നായിട്ട് പേടിച്ചു കേട്ടോ. വേഗം മാനുവൽ വീട്ടിന്റെ ഉള്ളിൽ പോയിട്ട് ഫുള്ള് ക്ലോസ് ചെയ്യാണ്. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായത് കൊണ്ട് തന്നെ പതിയെ മയങ്ങി പോകുന്നുണ്ട്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോ മരിച്ചുപോയ ഭാര്യ ഉണ്ടല്ലോ ജൂലിയ, അവളുടെ ആ ഒരു ഓർമ്മകൾ വരികയാണ്. അവൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. നോക്കുമ്പോ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ആയപ്പോ തന്നെ മാനുവലിനെ ചേച്ചി വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മാനുവൽ ലൂസിയോട് ചോദിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് വരാനുള്ള എന്തെങ്കിലും വഴി റെഡിയാന്ന്. അപ്പൊ ലൂസിയ പറയണ ഒന്നുമില്ല, എല്ലാ എയർപോർട്ടും ക്ലോസ് ആണ്, കുറച്ച് സമയം കഴിയും ഇതൊക്കെ നോക്കിയാൻ വേണ്ടി, അതുവരെ നീ അവിടെ തന്നെ നിൽക്കണം. പിന്നെ വേറൊരു പ്രധാന കാര്യമുണ്ട്, അത് പറയാൻ കൂടിയാണ് ഞാൻ നിന്നിപ്പോ വിളിച്ചത്. അതായത് ഗവൺമെന്റ് സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ കണ്ടെത്തി കുറച്ച് ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെ മുഴുവനായിട്ടും ക്വാറന്റൈനിൽ ഇരുത്താനാണ് ഗവൺമെന്റിന്റെ തീരുമാനം. എന്നാൽ ഒരു കാരണവശാലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വണ്ടി വന്നാൽ അവരുടെ കൂടെ നീ പോകാൻ പാടില്ല. വീടല്ലാതെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലവും സേഫ് അല്ലാന്ന് ലൂസി പറയാണ്. ഓക്കെ ചേച്ചി, എന്തായാലും ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, ചേച്ചി പറഞ്ഞാലേ പുറത്ത് ഇറങ്ങുള്ളൂ എന്ന് പറയണം. പിന്നീട് വാർത്തയിൽ പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ അതിന്റെ ബോർഡർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പല സിറ്റികളിലേക്കും കടക്കാനുള്ള പ്രവേശനം ഇല്ല, ഇപ്പോൾ ഫുള്ളി ക്ലോസ്ഡ് ആണ്, ലോക്ക്ഡൌൺ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ചില ഭാഗത്തൊക്കെ ആൾക്കാർ ഭയങ്കര വയലന്റ് ആയിട്ട്, അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു എന്ന് പറയുമ്പോൾ ആൾക്കാരാകെ പരിഭ്രാന്തരാകുമല്ലോ. ചില സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ ചെന്നിട്ട് ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടി അടിപിടി കൂടുകയാണ്. അതിനിടയിൽ ചില ആൾക്കാർ ഇനി അഥവാ സോംബി അറ്റാക്ക് ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ചില ട്രിക്കുകളൊക്കെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കാര്യം മാനുവൽ കാണുകയാണ് ഇപ്പോൾ. നന്നായിട്ട് അവൻ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനുശേഷം എന്തായാലും കുറച്ച് ദിവസം വീട്ടിനുള്ളിൽ ഇരിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ മാനുവൽ എന്തായാലും അവന് കഴിക്കാനും ഫുഡ് വേണമല്ലോ. നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവിടുത്തെ അവസ്ഥയും വ്യത്യസ്തമൊന്നും ആയിരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൾക്കാരാകെ പരിഭ്രാന്തരായിട്ടുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്, കൊല്ലാൻ വരെ മടിക്കുന്നില്ല. അങ്ങനെ ആയി പോയിട്ടുണ്ട്. പിന്നീട് മാനുവലും ഉള്ളിലേക്ക് പോയിട്ട് ഒരു ഇച്ചിരി ഭക്ഷണം എടുക്കുന്നുണ്ട്. എന്നാൽ അവന്റെ കയ്യിൽ നിന്നും കുറച്ച് പ്രായമായിട്ടുള്ള ഒരു അപ്പൂപ്പൻ വന്നിട്ട് അത് തട്ടിപ്പറിച്ച് മേടിച്ചു കൊണ്ടുപോവാണ്. മാനുവൽ ആകെ ഷോക്കായി പോയി. ഇത് എന്ത് ഈ ആൾക്കാർക്ക് പറ്റിയത്, ഭ്രാന്തായോ? പിന്നീട് പട്ടിക്ക് കഴിക്കാൻ എന്തൊരു ഫുഡ് ഉണ്ടായിരുന്നു, അതെടുത്തോണ്ട് നേരെ പുറത്തുണ്ടായിരുന്ന ഒരു പെട്രോൾ പമ്പിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നോക്കുമ്പോൾ ആകാശത്തിലൂടെയൊക്കെ കുറെ ഹെലികോപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ആ ഒരു പെട്രോൾ പമ്പിന്റെ ഉള്ളിലേക്ക് പോയി നോക്കിയപ്പോ 2-3 ബിസ്ക്കറ്റിന്റെ കൂടെ അവന് കിട്ടിയിട്ടോ. അതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു പോലീസുകാരൻ ഓട്ടി വരുന്നു. ആ വരുന്ന വിധത്തിൽ മാനുവലിനിട്ട് ഒരു ഇടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് അറിയാതെ തട്ടിപ്പോയതാണ്. ഇതിനുശേഷം ആ ഒരു പോലീസുകാരൻ അതിന്റെ ഉള്ളിലേക്ക്, അതായത് പെട്രോൾ പമ്പിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അത് ലോക്ക് ചെയ്ത് ആ ഒരു ചാവി പുറത്തേക്ക് വലിച്ചെറിയാണ്. ഇയാൾ എന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് ഇപ്പൊ മാനുവലിന് മനസ്സിലായില്ല. ആ ഒരു ഷോക്കിൽ മാനുവൽ നിൽക്കുന്ന അതേ സമയം തന്നെ പുറത്തുള്ള ആൾക്കാർ നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. നോക്കുമ്പോ എന്താ ഒരു സോംബി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടാ. അതും ഒരു പോലീസുകാരന്റെ ദേഹത്തേക്ക് ചാടി വീണ് ഇയാളെ കടിച്ചു
പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട മാനുവല് ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ്. ഈ നിലത്ത് വീണ പോലീസുകാരനാണെങ്കിലോ ഇത് കണ്ട് ഭയന്ന് ഉറക്കനം കരയുന്നുണ്ട്. വേഗം തന്നെ മാനുവല് അവിടുന്ന് ഒരു വടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സോംബി അടിക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു സോംബി മാനുവലിനെ കണ്ട് അവന്റെ നേരേക്ക് പാഞ്ഞു വരികയാണ്. ഏകദേശം മാനുവലിനെ കടിക്കാനായിട്ട് ആ ഒരു സോംബി അടുത്തേക്ക് എത്തിയപ്പോഴേക്കും അതിന്റെ തലയിലേക്ക് ഒരു ബുള്ളറ്റ് വന്ന് കയറുന്നുണ്ട്. നിലത്ത് വീണ് കിടന്ന ആ ഒരു പോലീസുകാരനുണ്ടല്ലോ, അയാളാണ് ഷൂട്ട് ചെയ്തത്. മാത്രമല്ല ആ മനുഷ്യനെ രക്ഷപ്പെടുത്താനായിട്ട് മാനുവൽ അങ്ങോട്ടേക്ക് പോയപ്പോ പോലീസുകാരൻ പറയണേ ഇങ്ങോട്ടേക്ക് വരണ്ട, എനിക്കും ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, രക്ഷപ്പെട്ട് പൊയ്ക്കോ, എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ആ ഒരു ഗണ്ണ് വെച്ച് തലയിൽ ഷൂട്ട് ചെയ്ത് സ്വയം മരിക്കുകയാണ്. ഇതേ നേരം നേരത്തെ ഒരു പോലീസുകാരൻ ഓടി ചെന്നിട്ട് പെട്രോൾ പമ്പിന്റെ ഉള്ളിൽ കയറിയിട്ട് ലോക്ക് ചെയ്തില്ലേ, എന്നാൽ ആ മനുഷ്യന് ആ പോലീസുകാരെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ചെയ്തത്. അയാൾക്കും ആ ഒരു സോംബിയുടെ കടിയേറ്റായിരുന്നു. അധികം വൈകാതെ ഇയാളും ഒരു സോംബിയായിട്ട് മാറും. അയാൾ കാരണം വേറെ ആർക്കും കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിൽ കയറി ലോക്ക് ചെയ്ത് താക്കോല് പുറത്തേക്ക് എറിഞ്ഞത്. അതുപോലെ ഇപ്പൊ ആ ഒരു പോലീസുകാരൻ പൂർണ്ണമായിട്ടും സോംബിയായി മാറിക്കഴിഞ്ഞു. മാത്രമല്ല ആ ചില്ല് തകർത്തുകൊണ്ട് പുറത്തേക്ക് വരാൻ നോക്കുകയാണ്. ഇത് കണ്ട് പേടിച്ച് വീണ്ടും പേടിക്കുകയാണ് മാനുവല്. വീട്ടിലേക്ക് ഓടി പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് അടുത്ത ന്യൂസ് കാണുന്നത്. അതായത് ഗവൺമെന്റ് ആയിട്ട് തന്നെ എല്ലാ ജനങ്ങളെയും കൈവിട്ടിരിക്കുകയാണ്. കൈവിട്ടിരിക്കാന്ന് മീൻസ് കാര്യങ്ങൾ ഗവൺമെന്റിന്റെയും കൺട്രോൾ വിട്ടു പോയിരിക്കുകയാണ്. കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. ലോകം മുഴുവൻ വൈറസ് സ്പ്രെഡ് ആയി കഴിഞ്ഞു. എന്നിരുന്നാലും ഗവൺമെന്റ് തോറ്റു പിന്മാറാൻ തയ്യാറല്ല കേട്ടോ. ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം ബസ്സുകൾ അങ്ങോട്ടേക്ക് പല ഭാഗത്തേക്കായിട്ട് അയക്കുന്നുണ്ട്. ഇനിയിപ്പോ വരാൻ പറ്റാത്ത ആൾക്കാർ ക്വാറന്റൈനിൽ തൽക്കാലം വീട്ടിൽ തന്നെ കഴിഞ്ഞു എന്ന് പറയണം. അതായത് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന പരമാവധി അവർ ചെയ്യുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ മാനുവലിന് ഒരു കാര്യം മനസ്സിലായി. എന്തായാലും അവർക്കൊരു പരിധിയുണ്ട്. നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. അവൻ അത്യാവശ്യം ഈ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ചെറിയ എന്തോ എഞ്ചിനീയറാ തോന്നുന്നു. അപ്പൊ ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീടിന് ചുറ്റും സേഫ് ആയിട്ടുള്ള ഒരു വേലി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ അവന്റെ വീട്ടിൽ സോളാർ പാനലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഉപയോഗിച്ച് മൊബൈൽ റീചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. CCTV കാര്യങ്ങളൊക്കെ ചുറ്റും വെച്ച് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവൻ നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായ സമയത്ത് ഗവൺമെന്റ് പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്ന് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ടുള്ള ബസ്സുകൾ വന്നിട്ടുണ്ട്. എന്നാൽ അതേ നേരം തന്നെ അവന്റെ ചേച്ചി ലൂസിയ മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരു കാരണവശാലും ആ ഒരു ബസ്സിൽ കയറി പോകരുത്. എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഞാനായിട്ട് തന്നെ ഞാനും എന്റെ ഹസ്ബൻഡും കൂടി വന്നിട്ട് നിന്നെ അവിടുന്ന് കൊണ്ടുവന്നോളൂ. അതുവരെ ഏറ്റവും സേഫ് വീട് തന്നെയാണ്. വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് വാണിംഗ് കൊടുക്കുന്നുണ്ട് അവന്റെ ചേച്ചി. ഇപ്പൊ ആ ഒരു ബസ് കൊണ്ട് വന്ന ആൾക്കാര് മാനുവലിനെയും വന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ അവൻ പുറത്തേക്ക് ഇറങ്ങുന്ന പോലില്ല, ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ അവര് പറയണ ഓക്കെ നിനക്ക് വരാൻ താല്പര്യം എനിക്ക് വരണ്ട, ഇവിടെ തന്നെ നിന്നോന്നിട്ട് അവര് തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞ് ഇപ്പൊ 2 ആഴ്ചയായിട്ടുണ്ട് മാനുവൽ വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. മാത്രമല്ല അവന്റെ ചേച്ചിക്ക് അയക്കാനായിട്ട് ഒരു വീഡിയോ അവൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ആ ഒരു ദ്വീപില് സേഫ് തന്നെയല്ലേ? എനിക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും പോവാറില്ല. പക്ഷേ ഇപ്പൊ നിലവില് ഭക്ഷണമൊന്നും കഴിക്കാനില്ല. കുഴപ്പമില്ല, എന്തെങ്കിലും വഴിയുണ്ടോ ഞാൻ നോക്കട്ടെ. അതുപോലെ സോളാർ പാനൽ ഉള്ളതുകൊണ്ട് മൊബൈലും കാര്യങ്ങളൊക്കെ റീചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നെറ്റ്വർക്ക് കിട്ടുന്നില്ല. എന്തായാലും ഞാൻ നിങ്ങളൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അധികം വൈകാതെ നമുക്ക് നേരിട്ട് കാണാം. ഇതും പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ സെൻഡ് ആക്കുന്നുണ്ട്. പക്ഷേ സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോ അത് സെൻഡ് ആവുന്നില്ല. പിന്നീട് നന്നായിട്ട് വിശന്നത് കൊണ്ട് തന്നെ ഫ്രീസറിൽ ഫുഡ് വെച്ചിട്ടുണ്ടല്ലോ, അതെന്തായിന്ന് പോയി നോക്കുമ്പോൾ അതൊക്കെ ആകെ നാശമായി പോയിട്ടുണ്ട്. ഇനി വിശന്നുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ കൈയും കാലിലൊക്കെ നല്ല സേഫ് ആയിട്ട് നല്ല കട്ടിയിൽ കാർഡ്ബോർഡിന്റെ പീസെല്ലാം വെച്ച് കെട്ടി അവൻ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെയുള്ള വീടുകൾ മുഴുവൻ നോക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ട് കാലിയായി കിടക്കുകയാണ്. അപ്പൊ ഓരോ വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ടും ഭക്ഷണം ഉണ്ടെന്ന് നോക്കുമ്പോൾ എവിടെയും ഒന്നും കാണാനില്ല. അങ്ങനെ പല വീടുകളിലും അവൻ കയറി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു വീട്ടിലേക്ക് കയറിയ സമയത്ത് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു മുത്തശ്ശി അവിടെ ഉണ്ട് കേട്ടോ. അവരുടെ പേര് ഗബ്രിയേല എന്നാണ്. വന്നപ്പോ നിങ്ങൾ എന്താ ഇവിടുന്ന് പോവാതിരുന്നത്? ഇപ്പൊ ആ ഒരു മുത്തശ്ശി അതായത് ഗബ്രിയേല പറയാണ്, ഞാൻ ഈ വീൽ ചെയറും വെച്ച് അങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും ബസ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അല്ല നീ എന്താ ഇവിടുന്ന് പോവാതിരുന്നത്? ഇപ്പൊ മാനുവൽ പറയാണ്, എന്റെ ചേച്ചി പറഞ്ഞു അങ്ങനെ എവിടേക്കും പോകണ്ട, അവിടെ ഒന്നും സേഫ് അല്ല, നിലവിൽ സേഫ് വീട്ടിൽ തന്നെ നിൽക്കുന്നതാണ്. അധികം വൈകാതെ ചേച്ചിയും അവരുടെ ഹസ്ബൻഡും കൂടെ എന്നെ കൂട്ടാൻ വരുന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത്. ഈ സമയത്ത് ആ ഒരു മുത്തശ്ശി ചോദിക്കുന്നത്, മോനെ കഴിക്കാൻ വല്ല ഭക്ഷണം ഉണ്ടോ? വിശന്നിട്ട് വയ്യടാ. ഇപ്പൊ നമ്മുടെ മാനുവൽ പറയാണ്, എന്റെ പൊന്നു മുത്തശ്ശി വിശപ്പ് സഹിക്കാൻ പറ്റായിട്ടാണ് ഞാൻ ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങിയത്, എന്റെ കയ്യിൽ ഒന്നും ഇല്ലാന്ന് പറയാണ്. ഇപ്പൊ ആ ഒരു മുത്തശ്ശി പറയണ, മോനെ ഫുഡ് എവിടെയുള്ളതെന്ന് എനിക്കറിയാം, അത് പറയുകയാണെങ്കിൽ നീ അവിടുന്ന് പോയിട്ട് അത് എടുത്തിട്ട് വരുമെന്ന് ചോദിക്കണം. അപ്പൊ മുത്തശ്ശിയോട് മാനുവൽ ചോദിക്കണം, ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് അറിയുന്നത്? മോനെ എനിക്ക് ഈ കാല് വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ വീടിന്റെ ജനലിന്റെ അരികിൽ പോയിട്ടിരിക്കും. അതായത് ഈ സ്ഥലത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. എവിടേക്കാണ് ഫുഡ് ഉള്ളത്, ഫുഡ് ഇല്ലാത്ത വീട് ഏതൊക്കെയാന്ന് എനിക്കറിയാം. സോ മാനുവലിന് മുത്തശ്ശി അത് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ മാനുവൽ ഓരോ വീട്ടിലും കയറി ചെന്ന് നോക്കുമ്പോഴും ശരിയാണ് ഫുഡ് ഉണ്ട്, പക്ഷെ വളരെ കുറച്ച് അളവിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരു വീട് കാണിച്ചിട്ട് പറയുന്നത് എന്തായാലും ആ വീട്ടിലുണ്ടാവുന്നു. അങ്ങനെ ആ മുത്തശ്ശി പറഞ്ഞതുപോലെ ആ വീട്ടിൽ പോയപ്പോ അവനവിടുന്ന് ഫുഡ് കിട്ടിയില്ല, പകരം നല്ലൊരു ബൈക്ക് കിട്ടുന്നുണ്ട്. ഇനി എന്തായാലും നടന്നു പോകണ്ടല്ലോ, ഈ ബൈക്കുമായിട്ട് പോലെന്ന് കരുതിയിട്ട് ആ ബൈക്ക് കൊണ്ട് ഓരോ വീടും അവൻ കയറി ഇറങ്ങുമ്പോൾ പെട്ടെന്നൊരു വീട്ടിൽ നിന്നും അവന്റെ പിന്നിൽ ആരോ വന്നു നിൽക്കുന്നതായിട്ട് അവന് തോന്നുന്നുണ്ട്. അതൊരു സോംബി ആയിരിക്കുമോ എന്ന് കരുതിയിട്ട് അവന് നേരെ അമ്പ ചെയ്യാണ് കേട്ടോ. എന്തോ ഭാഗ്യത്തിന് അയാളുടെ മേത്ത് തട്ടിയില്ല, കാരണം അതൊരു സോംബി ആയിരുന്നില്ല, സാധാരണ മനുഷ്യനായിരുന്നു.
ഇവൻ ഇത് കണ്ട് പേടിച്ച് അവിടെ നിന്ന് ഒറ്റ ഓട്ടോ ഇടുകയാണ്. അവൻ പോയി കഴിഞ്ഞപ്പോ ആ അമ്പ് കുത്തി നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് അത് ഊരി എടുത്തപ്പോ ആ ഡോറ് ഓപ്പൺ ആയിട്ട് വരികയാണ്. ഈ സ്റ്റെയർ കേസിന്റെ അടിഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുള്ള സ്പേസ് ഉണ്ടല്ലോ, അതാണ് അവിടെയുള്ള ഡോറാണ് ഓപ്പൺ ആയി വന്നത്. മാത്രമല്ല അത് ഓപ്പൺ ആയി വന്നപ്പോ അതിനുള്ളിൽ ഒരുപാട് ഫുഡ് ഉണ്ട് കേട്ടാ. കണ്ട പാട് തന്നെ മാനുവലിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. മുഴുവൻ പെറുക്കിയെടുത്തുകൊണ്ട് ഗബ്രിയേല മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അന്ന് രാത്രി രണ്ടുപേരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. കുറച്ച് ദിവസമായി ഇതുപോലെ സന്തോഷമായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട്. പിന്നീട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അല്ല മുത്തശ്ശി, ഇവിടുന്ന് എല്ലാവരും പോയപ്പോ എന്തുകൊണ്ടാണ് നിങ്ങളെ കൊണ്ടുപോകാതിരുന്നത്? മോനെ, എന്റെ കാല് കണ്ടില്ലേ, എനിക്ക് നടക്കാൻ കഴിയില്ല, ഞാൻ അവർക്കൊരു ഭാരമായതുകൊണ്ട് ഉപേക്ഷിച്ച് പോയതായിരിക്കും. അല്ല മാനുവലെ, നിനക്ക് കൂട്ടിനായിട്ട് ആരുമില്ലേ ചോദിച്ചപ്പോ ഇപ്പൊ മാനുവൽ പറയണം, ഉണ്ടായിരുന്നു മുത്തശ്ശി, ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടി ജോലിയ, ഒരു അപകടത്തിൽ അവൾ മരിച്ചുപോയി. ഇപ്പൊ ഞാൻ ലൈഫിലും എവിടെയും ഒറ്റയ്ക്കാണ്. സത്യം പറഞ്ഞാൽ ജീവിക്കാനൊന്നും വലിയ താല്പര്യമില്ലാന്ന്. അതൊക്കെ പോട്ടെ മോനെ, ജോലിയുടെ ഫോട്ടോ ഉണ്ടെന്ന് കാണിച്ചു ചോദിക്കുമ്പോൾ മാനുവൽ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഫോണിൽ ആ ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. കുറച്ചു നേരത്തേക്ക് അവൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നതാണ്. പിന്നെയും കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട് കേട്ടോ. ഗബ്രിയേല, അതായത് ആ ഒരു മുത്തശ്ശി അതുപോലെ തന്നെ മാനുവൽ നന്നായിട്ട് അടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു നാട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ ഇതുപോലെ ഒരാളുള്ളത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികമായിട്ടൊരു സഹായമായി. ഇപ്പൊ മാനുവൽ താമസിക്കുന്നത് ഇപ്പോഴും അവന്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ ചേച്ചിക്കായിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. ഇതുപോലെ എന്റെ കൂടെ ഇവിടെ ഒരു പ്രായമായിട്ടുള്ള സ്ത്രീ ഉണ്ട്, ഒരു പാവാണ്, ഒറ്റയ്ക്കാണ്, ആരുമില്ല. നിങ്ങൾ എന്നെ കൂട്ടാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാട്ടാ. പിന്നെ ചേച്ചി എന്നോട് ക്ഷമിക്കണം കേട്ടോ, കാരണം ജൂലിയ മരിച്ച പിന്നെ ചേച്ചിയുമായിട്ട് ഞാൻ തീരെ ഒരു സംസാരവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വല്ലാത്തൊരു ഡിപ്രഷനിലായിപ്പോയി ഞാൻ. എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ പഴയ മാനുവലായിട്ട് ഞാൻ മാറും, അത് ഉറപ്പാണ് ചേച്ചി. എല്ലാ കാര്യങ്ങളും ഞാൻ മറക്കും, പുതിയൊരു ജീവിതം ഞാൻ തുടങ്ങും. ഇതും പറഞ്ഞ് അവൻ കിടന്നുറങ്ങാണ്. പെട്ടെന്നാണ് ഈ മാനുവൽ അതുപോലെ തന്നെ ഗബ്രിയേല ഈ രണ്ടുപേർക്കും സംസാരിക്കാനായിട്ട് ഒരു വാക്കി ടോക്കി കിട്ടിയപ്പോ അത് ആ ഒരു മുത്തശ്ശിയുടെ കയ്യിൽ അവൻ കൊടുത്തായിരുന്നു. പെട്ടെന്ന് മുത്തശ്ശി അവനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതായത് മാനുവലെ, റേഡിയോയിൽ എന്തോ മെസ്സേജ് വരുന്നുണ്ട്, ഒന്ന് നോക്കിക്കേന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മാനുവൽ നോക്കുമ്പോൾ ചില ആൾക്കാർ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രക്ഷപ്പെട്ട ആൾക്കാരെ അവരങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യാണ് കേട്ടോ. എന്നാ പിന്നെ അങ്ങോട്ടേക്ക് പോയാലും മാനുവൽ പറഞ്ഞപ്പോ ഗബ്രിയേല, അതായത് മുത്തശ്ശി പറയണ, മോനെ അതിലെന്തോ ഒരു ചതി എനിക്ക് മണക്കുന്നുണ്ട്, പോണോ എന്ന് ചോദിച്ചപ്പോ മാനുവൽ പറയണം, വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിൽ നല്ലതല്ലേ അങ്ങോട്ടേക്ക് പോകുന്നത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയണം. എന്നാൽ മുത്തശ്ശി പറയണ, വേണ്ട മോനെ, നീ ഒറ്റയ്ക്ക് പോയിക്കോ, ഞാനില്ല എന്ന് പറയണം. അതെന്താ മുത്തശ്ശി എന്ന് ചോദിച്ചപ്പോ, ഞാൻ നിനക്ക് ഉറപ്പായിട്ട് ഒരു ഭാരമായി മാറും, നിന്റെ യാത്രയുടെ വേഗത്തെ ഞാൻ വളരെയധികം കുറച്ച് കളയും, എന്നെയും താങ്ങിക്കൊണ്ട് നീ പോയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെ ആപത്ത് വിളിച്ചു വരുത്തും. ഇപ്പൊ മാനുവൽ പറയണം, മുത്തശ്ശി ഇങ്ങോട്ടേക്കൊന്നും പറയണ്ട, നാളെ രാവിലെ ഈ സമയമാകുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരും, റെഡി ആയി നിന്നോന്ന് പറയണം. എന്നാൽ മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പിറ്റേ ദിവസം രാവിലെ പോവാനായിട്ട് മാനുവൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ മുത്തശ്ശി വിളിച്ചിട്ട് റെഡി ആക്കിയോ, ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിൽ എത്തുന്നു പറയുന്നുണ്ട്. എന്നാൽ ഗബ്രിയേല മുത്തശ്ശിയുടെ ഭാഗത്തു നിന്നും യാതൊരു മറുപടിയില്ല. വേഗം തന്നെ അവൻ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ പാവ ഒരു മുത്തശ്ശി മരണപ്പെട്ട് കിടക്കുകയാണ്. അവരുടെ കൈ പിടിച്ച് കുറച്ചു നേരം മാനുവൽ അങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. മാത്രമല്ല അവനൊരു ഭാരമാവണ്ട എന്ന് കരുതിയിട്ട് ഓവർഡോസ് ആയിട്ട് ഉറക്ക ഗുളികയുണ്ടല്ലോ, അത് കഴിച്ച് ഇന്നലെ സൂയിസൈഡ് ചെയ്തതാണ് ഈ ഒരു ഗബ്രിയേല, ആ മുത്തശ്ശി. അവര് ജീവനോടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മാനുവൽ എങ്ങനെയെങ്കിലും അവരെ തൂക്കിക്കൊണ്ട് പോകുന്ന മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഗബ്രിയേല മുത്തശ്ശി അവിടെ ഒരു കത്തും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, മോനെ നീ എന്നെ നോക്കണ്ട, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കോ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വിഷമമായെങ്കിലും പിന്നീട് മാനുവൽ പുറത്തേക്ക് ഇറങ്ങണം. ആ സമയത്ത് തന്നെ അവന്റെ നേരെ ഒരു സ്ത്രീ ഓടി വരുന്നുണ്ട് കേട്ടോ. പൂർണ്ണമായിട്ടും ആ രോഗം അവരുടെ ദേഹത്തെ കീഴടക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു വയലന്റ് ആയിട്ട് സോംബിയായി മാറിയിട്ടുണ്ട്. അവൻ അറ്റാക്ക് ചെയ്യണം. പിന്നീട് എങ്ങനെയൊക്കെ ആ ഒരു സോംബിയിൽ നിന്നും കടി മേടിക്കാതെ സർവൈവ് ചെയ്ത് അവൻ വീട്ടിലേക്ക് വന്ന് വേഗം തന്നെ പൂച്ചയെടുക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു ബൈക്കും റെഡിയാക്കുകയാണ്. എന്നിട്ട് ഒന്നും നോക്കിയില്ല, ഒരേറ്റ വിടലാണ്. പോകുന്നതിന് മുന്നേ അവന്റെ ചേച്ചിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇതുപോലെ ഒരു ക്യാമ്പിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. അതിന്റെ ലൊക്കേഷനും ലൂസിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷമാണ് ബൈക്ക് എടുത്തുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ റോഡിന്റെ പല ഭാഗവും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. നേരായ വഴിയിൽ പോകാൻ കഴിയില്ല. അതുകൊണ്ട് നേരെ ഫോറസ്റ്റിലേക്ക് വണ്ടി കയറ്റുന്നുണ്ട്. എന്നാൽ ബൈക്ക് പോകുന്ന ആ ഒരു ശബ്ദം കേട്ട് കാടിന്റെ പല ഭാഗത്തുണ്ടായിരുന്ന സോംബികൾ അവന് നേരെ പാഞ്ഞു വരികയാണ്. കഷ്ടിച്ച് അവറ്റകളുടെ കയ്യിൽ നിന്നൊക്കെ മാനുവൽ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് മുന്നോട്ടേക്ക് വളരെ വേഗത്തിൽ പോകുന്ന സമയത്ത് കൊട്ടൂരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ട് അവനത് ഞെട്ടിപ്പോവാണ്. അവന്റെ കൺട്രോൾ പോയി എന്ന് പറയാം. മരിച്ചുപോയ ഒരുപാട് മനുഷ്യരുടെ ശവശരീരങ്ങൾ അങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് കണ്ട് അവന്റെ കൺട്രോൾ പോയി നിലത്ത് വീഴുന്നുണ്ട്. പിന്നെ എഴുന്നേറ്റ് വന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. അതുപോലെ തന്നെ സോംബികൾ ഓടി വരുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, പൂച്ചയായിട്ട് വെച്ച ആ ഒരു പെട്ടി ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ട് അവൻ നേരെ ബീച്ച് സൈഡിലേക്ക് ഓടുകയാണ്. അതായത് ആ പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോകണമെങ്കിൽ ബോട്ടിൽ പോകുന്നതാണ് ഏറ്റവും സേഫ്. അങ്ങനെ ഓടി ചെന്ന് ബീച്ച് സൈഡിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഈച്ചക്കുഞ്ഞിനെ പോലും കാണാനില്ല, ഒരേറ്റ ബോട്ടും ഇല്ല. എല്ലാം എടുത്തുകൊണ്ട് നേരത്തെ തന്നെ ആൾക്കാർ പോയിട്ടുണ്ട്. അവൻ ആകെ അമ്പരന്ന് പോയി താടിക്കും കൈയെടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. ആകെ നിരാശനായിട്ട് തന്റെ പൂച്ചയുമായിട്ട് ഇവിടുന്ന് മടങ്ങി പോവാൻ നിൽക്കുമ്പോൾ മാനുവൽ മറ്റൊരു കാഴ്ച കാണാണ്. അതായത് തീരത്ത് നിന്നും കുറച്ച് അകലെയായിട്ട് കെട്ടുപൊട്ടി മുന്നോട്ടേക്ക് നീങ്ങിയെടുക്കുന്ന അവന്റെ ആ ഒരു ബോട്ട് തന്നെ. ഒന്നും നോക്കിയില്ല, പൂച്ച അവിടെ ഇരുത്തുകയാണ്. എന്നിട്ട് വെള്ളത്തിലേക്ക് അവൻ എടുത്തു ചാടി അങ്ങോട്ടേക്ക് നീന്തി പോകുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു ബോട്ടിലേക്ക് പിടിച്ച് കയറുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ ഒരു ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ടെക്നിക്കലി എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ട്, സ്റ്റാർട്ട് ആവുന്നില്ല. അതേ നേരം തന്നെ എന്തോ ഒരു മുറുമുറു ശബ്ദം കേട്ട് അവൻ നോക്കുമ്പോൾ ഒരു കുട്ടിയുണ്ട് ബോട്ടിൽ, ഒരു ഷെൽഫിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കാണ്. ആ കുട്ടിക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, സോംബിയായി മാറിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ബോട്ടുമായിട്ട് ഇവിടുന്ന് പോകാൻ കഴിയില്ലല്ലോ. എന്നാൽ ഇതിൽ ചെറിയൊരു ലൈഫ് ബോട്ട് ഉണ്ട്, അതായത് കാറ്റടിച്ച് വീർപ്പിച്ച ആ ചെറിയ ബോട്ടുകളില്ലേ, അതുപോലത്തെ ഒരെണ്ണം. അപ്പൊ അത് താഴേക്ക് വലിച്ചിട്ട് അതുമായിട്ട് ഇപ്പൊ മാനുവൽ
അതുപോലെ തന്നെ അവന്റെ ആ ഒരു പൂച്ച രണ്ടുപേരും കൂടെ കടലിലേക്ക് അങ്ങനെ പോവാണ്. പോകുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് മാനുവൽ ലൂസിയൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെ കടലിലേക്ക് ഇറങ്ങി കഴിഞ്ഞു, ബോട്ടിൽ പോവാണ്, അങ്ങനെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എവിടെയും സേഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമില്ല. ഞാൻ വന്നു നോക്കുന്ന സ്ഥലത്തെല്ലാം പൂർണ്ണമായിട്ടും ശവങ്ങളാണ്, അതുപോലെ ഒരുപാട് അധികം സോംബികളും. ചേച്ചി പറഞ്ഞതുപോലെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ ഇല്ല. ഞാൻ എന്തായാലും ചേച്ചിയുടെ ആ ഒരു ലൊക്കേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഇപ്പൊ നിലവിൽ സേഫ് ആണ്, നിങ്ങൾക്ക് ഓക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജുകൾ അങ്ങനെ അയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയി രാത്രി ആയിട്ടുണ്ട്. ഒരു സമയത്ത് പെട്ടെന്ന് അവന്റെ ആ ഒരു ബോട്ട് നിശ്ചലമായി പോവാണ്. ഓൺ ആവുന്നില്ല, എന്ത് തന്നെ ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല. ആ സമയത്ത് അവന്റെ ആ ഒരു ബോട്ടിന്റെ അടിയിൽ നിന്നും ഒരു ശവശരീരം പൊന്തി വരികയാണ്. അതായത് ലോകം മുഴുവൻ ഇങ്ങനെയാണ്, ശവങ്ങളും സൂമ്പികളും, ഒരു സ്ഥലവും സേഫ് അല്ല, അങ്ങനെയായി മാറിയിട്ടുണ്ട്. പെട്ടെന്നാണ് അവന്റെ നേരെ തീവ്രമായിട്ടുള്ള ഒരു പ്രകാശം വരുന്നത്. നോക്കുമ്പോ എന്താണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു ബോട്ട്, അതിന്റെ ആ ഒരു പ്രധാന ലൈറ്റ് കണ്ണിലേക്ക് അടിച്ചതാണ്. വേഗം തന്നെ അവരോട് സഹായം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ആൾക്കാര് അവനെ ഇപ്പോ അവരുടെ ബോട്ടിലേക്ക് കയറ്റുന്നുണ്ട്. എന്നാൽ മാനുവൽ സംസാരിക്കുന്ന ആ ഒരു ഭാഷയൊന്നും അവർക്ക് തിരിയുന്നില്ല കേട്ടോ. വേറെ എവിടെ നിന്നോ രക്ഷപ്പെട്ട് വരുന്ന ആൾക്കാരാണ്. യൂറോപ്പ് അല്ലേ, പലതരം ഭാഷകളാണ്. സ്പാനിഷ്, പോർച്ചുഗീസ്, ഇംഗ്ലീഷ്, ഇറ്റാലി എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം ഭാഷകളാണ്. സോ മാനുവലിന്റെ ആ ഒരു ലാംഗ്വേജ് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ മാനുവൽ സംസാരിക്കുന്ന ആ ഒരു ഭാഷ അത് അറിയാവുന്ന ഒരാൾ ഈ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു. അവന്റെ പേര് പാട്രിക് എന്നാണ്. പാട്രിക് വന്നിട്ട് മാനുവലിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മാനുവൽ എന്താണോ പറയുന്നത് അത് അതുപോലെ തന്നെ പാട്രിക് ഈ ബോട്ടിലെ ക്യാപ്റ്റനോട് പറയും. അതായത് മാനുവൽ എല്ലാ സത്യങ്ങളും പറയണം കേട്ടോ. അവന്റെ സഹോദരി, അതുപോലെ തന്നെ സഹോദരിയുടെ ഭർത്താവ് മിലിറ്ററിക്കാരനാണ്. അവരെല്ലാവരും സേഫ് ആയിട്ട് ഒരു ഐലൻഡിലേക്ക് പോയിട്ടുണ്ട്. ഇതുവരെയായിട്ടും അവിടെ ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എല്ലാവരും സേഫ് ആയിട്ട് തന്നെ അവിടെ താമസിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി ഈ മാനുവലിന് അറിയാം. അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലാണ് എന്റെ ബോട്ട് കേടായതും നിങ്ങളുടെ ബോട്ടിലേക്ക് ഇപ്പൊ എത്തിപ്പെട്ടതും. ഈ കാര്യങ്ങൾ അത് അതുപോലെ തന്നെ ഈ ബോട്ടിന്റെ ക്യാപ്റ്റനോട് ഈ പാട്രിക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മാനുവലിന്റെ പ്രൊഫഷൻ അതെന്താണ് ചോദിക്കുമ്പോൾ വക്കീലാണെന്ന് പറയണം. എന്നാൽ പാട്രിക് ആ ഒരു കാര്യം ഒറ്റയടിക്ക് ക്യാപ്റ്റനോട് പറയാതെ അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു എഞ്ചിനീയർ കൂടിയാണെന്ന് പറയണം. അപ്പൊ ആ ഒരു കാര്യം പാട്രിക് ഇപ്പോൾ ആ ഒരു ക്യാപ്റ്റനോട് പറയണം. അതായത് ഇവൻ ഒരു എഞ്ചിനീയർ ആണെന്നുള്ള കാര്യം. കാരണം ഇവരെല്ലാം ക്രിമിനൽസ് ആ തോന്നുന്നു. വക്കീൽ എന്ന് കേട്ട ഇവന്മാർക്കൊക്കെ പ്രാന്താണ്, ചിലപ്പോൾ അടിച്ച് കൊന്നു കളയും. അതുപോലെ വക്കീൽ ജോലി അറിയുന്ന ഒരാളെ ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. എന്നാൽ ഒരു എഞ്ചിനീയർ ആണെങ്കിലോ കൂടെ നിർത്തിയ കാര്യം ഉണ്ടാവും ചെയ്യും. അപ്പൊ ഈ ഒരു കാര്യം പാട്രിക് മാനുവലിനോട് പറയുന്നുണ്ട്. നീ ഒരു വക്കീലല്ല കേട്ടോ, ഒരു എഞ്ചിനീയർ ആണ്, അങ്ങനെ പറഞ്ഞാൽ മതി. സോ എഞ്ചിനീയർ ആണ് എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഈ ബോട്ടിൽ അവന് നിൽക്കാൻ സമ്മതിക്കുന്നുണ്ട്. അവന് കിടക്കാനായിട്ട് ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുന്ന പാട്രിക്കിനോട് പറയണം. അങ്ങനെ പാട്രിക് ഇപ്പോൾ മാനുവലിനും കൂടി ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ മാനുവൽ പാട്രിക്കിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ പാട്രിക് വരുന്നത് ഉക്രൈനിൽ നിന്നാണ്. അവിടുത്തെ എയർഫോഴ്സിലെ ഒരു പൈലറ്റ് ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടേന്ന് മാനുവൽ ചോദിക്കുമ്പോൾ എന്ത് പറയാനാ, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ കേട്ടു തന്നെയല്ലേ. പല രാജ്യങ്ങളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പല ആളുകളും പല ഭാഗത്തേക്കായിട്ട് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ഇവരുടെ കൂട്ടത്തിൽ വന്നുപെട്ടത്. ജീവൻ നിലനിർത്താൻ തൽക്കാലം ഇവരുടെ കൂടെ കൂടിയെന്നേ ഉള്ളൂ. മാനുവലെ എന്തായാലും ഒരു കാര്യം ചെയ്യും, നീ നല്ല ക്ഷീണിച്ച് നിൽക്കല്ലേ, കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യും, ഒന്ന് കിടന്ന് ഉറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് അവനൊരു റൂം കാണിച്ച് പാട്രിക് അവിടെ നിന്ന് പോകുന്നുണ്ട്. നല്ല ക്ഷീണം ഉണ്ടായത് കൊണ്ട് തന്നെ മാനുവൽ നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ അർദ്ധരാത്രിയായ സമയത്ത് പുറത്തുനിന്ന് ഒരു ബഹളം കേൾക്കുന്നുണ്ട് കേട്ടോ. അതായത് മാനുവൽ വന്നതുപോലെ തന്നെയുള്ള ചെറിയൊരു ലൈഫ് ബോട്ട്, അതിലൊരു 4 പേരായിട്ടുണ്ട് തോന്നുന്നു, 2 ഗേൾസും അതുപോലെ തന്നെ 2 ബോയ്സും. അപ്പൊ ഇവര് വന്നിട്ട് ഈ ബോട്ടിനെ നോക്കിയിട്ട് സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് ഉറക്കനെ നിലവിളിക്കുന്നുണ്ട്. ഇവര് 4 പേര് കൂടാതെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ബാക്കിയുള്ള ക്യാപ്റ്റനും ആൾക്കാരും എന്തായാലും രക്ഷപ്പെടുത്തിക്കോളും എന്നുള്ള വിശ്വാസത്തിൽ മാനുവൽ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ ഇന്നലെ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ ഒരു ഫാമിലി വന്നായിരുന്നല്ലോ, അവരെവിടെ ഇന്ന് മാനുവൽ പോയിട്ട് പാട്രിക്കിനോട് ചോദിക്കണം. അപ്പൊ പാട്രിക്ക് ചോദിക്കുകയാണ്, നീ എന്താ ഈ പറയുന്നത്, ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ മാനുവൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. നീ എന്താ ഈ പറയുന്നത്, ഞാൻ രാത്രി നേരിട്ട് കണ്ടതാ. അവരെവിടെയും ചോദിക്കുമ്പോൾ ഇപ്പൊ പാട്രിക്ക് വീണ്ടും പറയണം, മാനുവലെ ജീവൻ വേണമെങ്കിൽ വായ പൊട്ടി ഒരു ഭാഗത്ത് പോയി അടങ്ങിയിരുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ ചോദിക്കാൻ നിൽക്കണ്ട. അതുപോലെ നിന്നെ ക്യാപ്റ്റൻ അന്വേഷിച്ചായിരുന്നു, ഒന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന് മാനുവലിനോട് പാട്രിക്ക് പറയണം. അങ്ങനെ മാനുവൽ നേരെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ക്യാപ്റ്റൻ ചോദിക്കുകയാണ് ആ ഒരു ലൊക്കേഷൻ അത് എവിടെയാ. എന്നാൽ ഈ ആളുകൾ അവർ ചീത്ത മനുഷ്യരാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ മാനുവൽ ഇപ്പൊ നുണ പറയണം, എനിക്കിപ്പോ കറക്റ്റ് ആയിട്ട് ഓർമ്മ വരുന്നില്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. ഇപ്പൊ ക്യാപ്റ്റൻ പറഞ്ഞു പുറത്ത് പോയിട്ട് നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് തിരിച്ചു പോവാ. അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് മാനുവൽ നോക്കുമ്പോൾ ഒരു കാര്യം കണ്ട് മാനുവൽ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇന്നലെ രാത്രി ആ ഒരു 4-5 പേര് വന്ന ഒരു ലൈഫ് ബോട്ട് ഉണ്ടല്ലോ, അത് താഴെ കിടക്കുന്നു. എന്നാൽ ആ 5 പേരെയും കാണാനുമില്ല. താഴെ നിന്നും എന്തൊക്കെയോ ചില കരച്ചിലുകൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ മാനുവൽ നേരെ ചെല്ലുന്നത് പാട്രിക്കിന്റെ അടുത്തേക്കാണ്. അയാളോട് അല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. മാനുവൽ പാട്രിക്കിനോട് ഡയറക്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചോദിക്കുകയാണ്, എന്ത് ഇവിടെ സംഭവിക്കുന്നത്, ആ 5 പേരെ നിങ്ങൾ എന്താ ചെയ്തത്. ഇപ്പൊ പാട്രിക്ക് മാനുവലിനോട് പറയണമെന്ന് പതുക്കെ സംസാരിക്കുക, അവന്മാര് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ രണ്ടിനെ കൊന്നുകളയും, സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. ഇവന്മാര് ഞാൻ പറഞ്ഞല്ലോ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ഇവരുടെ കൂടെ പോകുന്നേ എന്നേ ഉള്ളൂ. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ മോശം ആൾക്കാരാണ്. ഈ സമയത്ത് മാനുവൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഇവിടെ അടുത്ത് തന്നെ ഒരു ഐലൻഡ് ഉണ്ട്, അവിടെ ഒരു ആശുപത്രി ഉണ്ട്, അവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് എന്നാണ് ഞാൻ റേഡിയോ മെസ്സേജിലൂടെ കേട്ടത്. അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളൊരു പൈലറ്റ് അല്ലേ, അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയാൽ ആ ഒരു ഹെലികോപ്റ്ററുമായിട്ട് നമുക്ക് രക്ഷപ്പെടാം, നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ഈ പാട്രിക്കിനോട് മാനുവൽ ചോദിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു ക്യാപ്റ്റന്റെ ആള് വന്നിട്ട് എന്താ നിങ്ങൾ അവിടെ സംസാരിക്കുന്നത് ചോദിച്ചപ്പോ പാട്രിക്ക് വിഷയം മാറ്റി വിടുകയാണ്. അതൊന്നുമില്ല, ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നുള്ളൂ. അങ്ങനെ അവരുടെ ഭാഷയിൽ പറയുന്നുണ്ട്. പിന്നീട് മാനുവലിനോട് പറയുന്നുണ്ട്, മാനുവൽ വീണ്ടും ഞാൻ നിന്നോടൊരു കാര്യം പറയാണ്, നിനക്ക് നിന്റെ ജീവൻ വേണമെങ്കിൽ അനാവശ്യമായിട്ട് ഓരോ കാര്യം
കാര്യത്തിൽ ഇടപെടാതിരിക്കുക. തൽക്കാലം ഒഴുക്കിനൊത്തങ്ങോട്ട് നീന്തിക്കോ. എന്ത് കണ്ടാലും കണ്ണടച്ചേക്ക്, അല്ലാതെ വേറൊരു നിവർത്തിയില്ല. എന്നാൽ ഇവിടെ ഇനി തുടരാൻ പറ്റില്ല എന്ന് മാനുവലിന് മനസ്സിലായതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ തന്നെ അവൻ രക്ഷപ്പെടാൻ തീരുമാനിക്കുകയാണ്. അതുപോലെ താഴെ നിന്നും എന്തോ ശബ്ദം കേട്ടായിരുന്നല്ലോ, അവിടെ ആരെങ്കിലും പെട്ടുകിടക്കുകയാണെങ്കിൽ അവരെയും കൂടെ കൂട്ടി രക്ഷപ്പെടാന്ന് മാനുവൽ തീരുമാനിച്ചു. അങ്ങനെ താഴേക്ക് പോയി നോക്കുമ്പോൾ ഇന്നലെ രാത്രി കണ്ട ആ രണ്ട് ആൾക്കാരെ അവിടെ ഉണ്ട് കെട്ടിവെച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ കാണാനുമില്ല. അവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെവിടെ, ഞങ്ങളുടെ പെണ്ണുങ്ങന്മാരെവിടെ എന്നിങ്ങനെ ചോദിച്ച് അവര് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ക്യാപ്റ്റന്റെ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. അയാളുടെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നു. കൂട്ടത്തിൽ കെട്ടിയിട്ട ഒരു തന്നെ അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഈ സമയത്ത് ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് പാട്രിക്ക് വരുന്നുണ്ട്. പാട്രിക്ക് ഇപ്പൊ ആ ഒരു ക്യാപ്റ്റന്റെ ആളോട് പറയുന്നുണ്ട്, വെറുതെ വെടിവെക്കാൻ നിൽക്കല്ലേ, അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കില്ലേ, നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാം എന്ന് പറയുന്നതിന് മുന്നേ തന്നെ അവൻ ആ ഒരു ഗണ്ണെടുക്കാൻ നിന്നപ്പോ ഒന്നും നോക്കിയില്ല പാട്രിക്ക്. അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച ഒരൊറ്റ പൊട്ടിക്കലാണ്. അവനെ കൊന്നു കളഞ്ഞു. ഇനി എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. മാനുവൽ, പാട്രിക്ക്, പിന്നെ ഈ ക്യാപ്റ്റന്റെ ആൾക്കാർ കെട്ടിയിട്ട ആളുണ്ടല്ലോ, അതിൽ ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്. ബാക്കി രക്ഷപ്പെട്ട ആള്, അയാളെയും രക്ഷപ്പെടുത്തി ഇവർ ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഇവർ മൂന്ന് പേരും ഇവിടുന്ന് പോകുന്ന സമയത്ത് ക്യാപ്റ്റന്റെ ആളുകൾ ഇത് കണ്ടു. ഇവർക്ക് നേരെ ഫയർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവര് രണ്ടുപേരും ഇപ്പൊ രക്ഷപ്പെടുത്തിയ ആള് അയാൾ അപ്പൊ തന്നെ വെടിയേറ്റ് വീഴുന്നുണ്ട്. അപ്പോഴേക്കും മാനുവൽ അതുപോലെ തന്നെ പാട്രിക്കും രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിലേക്ക് ചാടി ഇറങ്ങുകയാണ്. രക്ഷപ്പെട്ടു പോവാൻ നോക്കുമ്പോഴേക്കും പാട്രിക്കിനും വെടിയേൽക്കുകയാണ്. എന്നാൽ കാര്യമായിട്ട് പരിക്കൊന്നുമില്ല. എന്നാൽ ഇച്ചിരി ബ്ലഡും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. തീരെ വയ്യാതാവുന്നുണ്ട് സമയം മുന്നോട്ടേക്ക് പോകുന്നതോറും. എന്തായാലും മാനുവൽ ഇപ്പൊ ആ ഒരു ബോട്ടുമായിട്ട് ഇവരുടെ ഈ ഒരു ബോട്ടിൽ നിന്നും ഒരുപാട് ദൂരത്തേക്ക് രക്ഷപ്പെട്ടു പോയി. അതായത് അവന് നേരത്തെ അറിയാവുന്ന ആ ഒരു ഐലൻഡിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ ചെറിയൊരു ആശുപത്രി ഉണ്ട്, അവിടെ തന്നെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് ഇവർ രണ്ടുപേരും അവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ മാനുവൽ പറഞ്ഞ ഒരു ഹെലികോപ്റ്റർ അത് അവിടെ കാണാനില്ല. മാനുവൽ ആകെ ഞെട്ടിപ്പോയി. സംഭവം ഇവിടെ ഉണ്ടായിരുന്നതാണ്, എനിക്ക് അറിയുന്നതാണ്, പക്ഷെ അത് ഇവിടെ കാണാനില്ലല്ലോ. ആ ഒരു ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് മാനുവൽ പോയിട്ട് രക്ഷപ്പെടാതിരുന്നത് അവനത് ഓടിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. എന്നാൽ പാട്രിക്ക് ഒരു പൈലറ്റ് ആണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് മാനുവൽ ഇപ്പോൾ അവനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ഇങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ ഈ ഒരു ഹെലികോപ്റ്റർ കാണുന്നില്ല. എന്തായാലും ബുള്ളറ്റ് ദേഹത്ത് കയറിയത് കൊണ്ട് തന്നെ പാട്രിക്കിന് തീരെ വയ്യാതാവുന്നത്. എങ്ങനെയെങ്കിലും അതൊന്ന് പുറത്തേക്ക് എടുക്കണം, അല്ലെങ്കിൽ രക്തം പോയി അവൻ മരിച്ചു. അപ്പൊ പാട്രിക്ക് മാനുവലിനോട് പറയാണ്, വല്ല കത്തിയെങ്കിലും കിട്ടുകയാണെങ്കിൽ നീ അതൊന്ന് കയറി പുറത്തേക്ക് എടുക്കുക. അങ്ങനെ ഇതൊരു ഹോസ്പിറ്റലാണല്ലോ, അതിന് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇവർ വരുന്നുണ്ട്. കാരണം സർജിക്കൽ ബ്ലേഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ, പിന്നെ കെട്ടാനുള്ള കോട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ഒരു ബെഡിൽ അവനെ കിടത്തുന്നുണ്ട്. ആ സമയത്താണ് മാനുവൽ ചില ശബ്ദങ്ങൾ കേൾക്കുന്നത്. അത് ആ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി നോക്കുകയാണ്. കാരണം അത് മൈൻഡ് ആക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും അപകടം വന്നാലോ എന്ന് കരുതിയിട്ടാണ് മാനുവൽ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നത്. ഒരു എയർ വെന്റിലേഷൻ സിസ്റ്റം, അതിന്റെ ഉള്ളിൽ നിന്നാണ് ഇതുപോലെ ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പൊ അവരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്തോ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മാനുവൽ ഇപ്പോ പുറത്താണുള്ളത്. അതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ചധികം സോംബികൾ അവനെ കാണുകയാണ്. അവന് നേരെ വരുന്നുണ്ട്. പരമാവധി അതിൽ നിന്ന് രക്ഷപ്പെട്ടു എവിടെയാണോ നമ്മുടെ പാട്രിക്കിനെ കെടുത്തിയത് അതേ റൂമിലേക്ക് തന്നെ വന്ന് നോക്കുമ്പോൾ അവിടെ പാട്രിക് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോർ തുറക്കുന്നുണ്ട്. ഒരു നേഴ്സ് വരികയാണ്. മാനുവലിനെയും കൂട്ടിയിട്ട് ആ റൂമിന്റെ ഉള്ളിലേക്ക് അവർ പോവുകയാണ്. അതായത് ഈ നേഴ്സ് തന്നെയാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞത്. ഇവർ കുറച്ച് പേര് ഇവിടെ വിളിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു നേഴ്സ് അവരുടെ കൂടെ ഒരു ലേഡി ഡോക്ടർ ഉണ്ട്. അവരുടെ അടുത്തേക്ക് ഈ വയ്യാണ്ട് കിടക്കുന്ന പാട്രിക്കിനെ കൊണ്ടുവന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ ഒരു 3 പിള്ളേരും ഉണ്ടായിരുന്നു. പിള്ളേര് പുറത്ത് നിർത്തി ആ ഒരു ഡോക്ടർ അതുപോലെ തന്നെ ഈ ഒരു നേഴ്സ് രണ്ടുപേരും കൂടെ പാട്രിക്കിന് ഉള്ളിലേക്ക് കൊണ്ടുപോകാണ് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഈ 3 പിള്ളേര് നോക്കി നിൽക്കുന്നത് മാനുവലിന്റെ കയ്യിലുള്ള അവന്റെ ആ ഒരു പൂച്ച ഉണ്ടല്ലോ അതിനെ തന്നെയാണ്. നമുക്കത് ചോദിച്ചാലോ, ആ പൂച്ചയൊന്ന് തരുമെന്ന്. അങ്ങനെ പിള്ളേരുടെ ആ ഒരു സംസാരം കേട്ട് മാനുവൽ പതി ആ ഒരു പൂച്ചയെ അവരുടെ അടുത്തേക്ക് തന്നെ കൊണ്ടേ കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ കളിച്ചോന്ന് പറഞ്ഞിട്ട്. ഇതേ നേരം തന്നെ സർജറി കഴിഞ്ഞ ആ ഒരു നേഴ്സ് പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒരുപാട് രക്തം പോയിട്ടുണ്ട്, ബുള്ളറ്റും ഞങ്ങൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, പക്ഷേ ആൾക്ക് നല്ല പനിയുണ്ട് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല, ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു നേഴ്സ് ചോദിക്കണം, അല്ല നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്? അപ്പൊ മാനുവൽ കാര്യങ്ങൾ പറയണം. ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നില്ലേ, അത് നോക്കിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഹെലികോപ്റ്ററോ? അപ്പൊ നിങ്ങളൊരു പൈലറ്റ് ആണോ എന്ന് ഈ നേഴ്സ് ചോദിച്ചപ്പോൾ ഞാനല്ല, കൂടെ വന്ന ആളുണ്ടല്ലോ അയാളാണ് പൈലറ്റ് എന്ന് പറയുന്നത്. പിന്നീട് വേഗം തന്നെ ഈ നേഴ്സ് മാനുവലിനെയും കൂട്ടി ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോവാണ്. മുകളിലേക്ക് പോയിട്ട് ഈ ബിൽഡിങ്ങിന്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ആ ഒരു ഹെലികോപ്റ്റർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഇത് പുറത്തല്ല, അത് ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങോട്ടേക്ക് ഒന്ന് അടുക്കാൻ പോലും പറ്റില്ല. ഇവാക്വേഷൻ എന്ന പേരിൽ കുറെ പേരെ കൊണ്ടുവന്നിട്ടില്ലേ, ആ ആൾക്കാരാണ് താഴെ നിൽക്കുന്ന ആ ഒരു സോംബികൾ. എല്ലാവർക്കും ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അതായത് മാനുവലിന്റെ ചേച്ചി ലൂസിയ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ ഇരുന്നതായിരുന്നു ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. പുറത്ത് വന്നായിരുന്നെങ്കിൽ അവനും ഇതുപോലെ തന്നെ സംഭവിച്ചേനെ. എന്ന ഒരു കാരണവശാലും ആ കാണുന്ന ഹെലികോപ്റ്റർ അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. അത്രയും സോംബികൾ അവിടെ നിറഞ്ഞിരിക്കുകയാണ്. അതിനെന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു വഴി ഇവർ കണ്ടേ മതിയാവുള്ളൂ. പിന്നീട് എല്ലാവരും ഉള്ള ആ ഒരു ഭാഗത്തേക്ക് ഇവര് രണ്ടുപേരും തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. പിള്ളേര് 3 പേരും അവര് നന്നായിട്ട് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പൊ ആ ലേഡി ഡോക്ടർ ഉണ്ടല്ലോ നേരെ മാനുവലിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ആ ഒരു ഹെലികോപ്റ്റർ ഉണ്ടല്ലോ അത് നിങ്ങളെ കൊണ്ട് ഓടിക്കാൻ പറ്റുമോ? സോറി, നിങ്ങളല്ല, നിങ്ങളുടെ ആ ഒരു കൂട്ടുകാരനെ കൊണ്ട്. ഇപ്പൊ മാനുവൽ പറയാണ്, പാട്രിക്ക് ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അവൻ അതെടുക്കും. എന്നാൽ പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണമെന്ന് പറയണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ കഴിക്കാനായിട്ട് ഇനിയൊന്നും ബാക്കിയില്ല. 3 പിള്ളേരും ഭക്ഷണം കിട്ടാതെ ഓൾറെഡി അവരെല്ലാം ടയേർഡാണ്. ഇവരെല്ലാവരും ഇവിടെ ഓൾറെഡി വർക്ക് ചെയ്ത സ്റ്റാഫുകൾ തന്നെയാണോ. അപ്പൊ അവർ കുട്ടികളുടെ മാതാപിതാക്കൾ എവിടെ ചോദിച്ചപ്പോൾ അവർ ഓൾറെഡി മരണപ്പെട്ട് കഴിഞ്ഞു. ചില ആൾക്കാർക്കൊക്കെ ഇൻഫെക്ഷൻ ആയി സോംബികളായി കിടക്കുകയാണ്. പാവം ആ 3 കുട്ടികളും ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. എങ്ങനെയെങ്കിലും നമുക്ക് അവരെ രക്ഷപ്പെടുത്തണം. അതിപ്പോ ഇനി എന്ത് റിസ്ക് എടുത്തിട്ടായാലും ശരി. അല്ല, ഈ ഹോസ്പിറ്റലിൽ ഹെലികോപ്റ്റർ ഉണ്ട് എന്നുള്ള കാര്യം അതെങ്ങനെയാണ് നിങ്ങൾക്ക് അറിഞ്ഞത്? ഈ സമയത്ത് മാനുവൽ
മാനുവൽ പറയാണ് എന്റെ ഭാര്യ അവൾ എവിടെയായിരുന്നു, ഒരു അപകടത്തിൽപ്പെട്ട് അവളെ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നത്, മാത്രമല്ല അവൾ മരിച്ചുപോയി. പഴയ കാര്യങ്ങൾ, ആ ഒരു ഫ്ലാഷ് ബാക്ക് അതിപ്പോ കാണിക്കുന്നുണ്ട് കേട്ടോ. അവസാനമായിട്ട് ജൂലിയുടെ അടുത്തേക്ക് മാനുവൽ പോയ ആ ഒരു കാര്യങ്ങൾ അതേ റൂമിലേക്ക് മാനുവൽ ഇപ്പൊ ചെല്ലുകയാണ്. കൂടെ തന്നെ ആ ഒരു പൂച്ചയുണ്ട്. മാത്രമല്ല ബോട്ടിൽ കെട്ടിവെച്ചിരുന്ന ജൂലിയുടെ ആ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, അതിപ്പോ ആ ഒരു പൂച്ചയുടെ കഴുത്തിലാണ് കെട്ടിവെച്ചിരിക്കുന്നത്. ആ പൂച്ചയും മടിയിൽ വെച്ച് ജൂലിയും ആലോചിച്ച് അവൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട് കേട്ടോ. സഹിക്കാൻ പറ്റുന്നില്ല ആ ഒരു വേർപാട്. എന്നാലും അത് മറന്നേ മതിയാവുള്ളൂ. ലൈഫ് ഇനിയും ബാക്കി എടുക്കല്ലേ, കുറച്ച് അഡ്വഞ്ചർ ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി ഇത്രയൊക്കെ നമ്മുടെ മാനുവലിന് സർവൈവ് ചെയ്യാൻ പറ്റിയത് തന്നെ ജീവിതം അത്ര ഒരു എന്താ പറയാ വലിയ കാര്യമായിട്ട് അവന് തോന്നുന്നുണ്ടാവില്ല. എല്ലാത്തിനും ഒരു പരിധി വരെ സിമ്പിൾ ആയിട്ട് കാണുന്നത് കൊണ്ടായിരിക്കണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ മാനുവലിന്റെ ഫോണിലേക്ക് ഒരുപാട് മെസ്സേജുകൾ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നു. കാരണം ഇപ്പോഴാണ് സിഗ്നൽ കിട്ടിയത്. മെസ്സേജ് മുഴുവൻ അയച്ചതും അവന്റെ ചേച്ചിയായിരുന്നു. അവളാകെ ടെൻഷനിലായിരുന്നു കേട്ടോ. ഇപ്പൊ ലൂസി പറയണ മാനുവലെ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ സേഫ് ആണ്, എന്താ നിന്റെ പാടെന്ന് ചോദിച്ചിട്ട് കുറെ മെസ്സേജുകൾ. ഇത് കണ്ടപ്പോ മാനുവലിന് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. അതുപോലെ തിരിച്ചും അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ഇതുപോലെ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്കൊരു ഹെലികോപ്റ്റർ കിട്ടിയിട്ടുണ്ട്, അധികം വൈകാതെ തന്നെ മിക്കവാറും നമ്മൾ അതെടുത്ത് അങ്ങോട്ടേക്ക് വരും. പിന്നെ ആ ഒരു മെസ്സേജ് അവൻ സെൻഡ് ചെയ്യാണ്. എന്നാൽ ആ ഒരു മെസ്സേജ് പോയോ ഇല്ലയോ എന്നൊന്നും കാണിക്കുന്നില്ല. കാരണം സിഗ്നലിന്റെ കാര്യം വളരെ ശോകമാണ്. ഈ സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത് കേട്ടോ. ഒരു കൂട്ടം ആൾക്കാർ ഒരു കാറിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ മറ്റാരുമല്ല, മാനുവലും അതുപോലെ തന്നെ പാട്രിക്കും രക്ഷപ്പെട്ടു വന്ന ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ, അയാളും അയാളുടെ ആൾക്കാരുമാണ്. അതായത് മാനുവലിന്റെ ആ ഒരു സംസാരത്തിലൂടെ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് എന്നുള്ള കാര്യം അവർ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഹെലികോപ്റ്റർ എടുക്കാനായിട്ട് തന്നെയായിരിക്കും അവർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പൊ ഈ കാര്യം വേഗം തന്നെ പോയിട്ട് ബാക്കിയുള്ളവരോട് മാനുവൽ പറയുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് നമ്മൾ പോകണം, അത് മാറ്റി ഇവിടുന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും അവന്മാർ കൊന്നുകളയും. അതിന് 3 പിള്ളേരും ആ ഒരു ഡോക്ടറും നേഴ്സും അതുപോലെ തന്നെ വയ്യാത്ത പാട്രിക്ക് മാനുവൽ എല്ലാവരും റെഡി ആയിട്ട് ഒരു ടണലിലൂടെ നേരെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും, അതായത് ആ ഒരു ലേഡി ഡോക്ടർ, പിന്നെ ആ ഒരു നേഴ്സ്, പിന്നെ നമ്മുടെ മാനുവൽ, പാട്രിക്ക്, ആ ഒരു 3 പിള്ളേര്, ഇവരെല്ലാവരും ആ ഒരു ടണലിന്റെ ഉള്ളിലൂടെ പോവുകയാണ്. ആ സമയത്ത് തീ കത്തി അതിന്റെ ആ ഒരു പുക നല്ല രീതിയിൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും മുഖം നല്ല രീതിയിൽ പൊത്തിക്കൊണ്ടാണ് അതിന്റെ ഉള്ളിലൂടെ പോകുന്നത്. പുറത്തേക്ക് കടക്കാനുള്ള പല വാതിലുകളുണ്ട്. അതിൽ ഒരെണ്ണം ഇപ്പൊ ചെറിയൊരു പേടിയോട് കൂടിയിട്ട് ഇവര് തുറക്കുകയാണ്. കാരണം അപ്പുറത്ത് സോംബികൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. എന്തായാലും അവസാനം അവർ ആ ഒരു ഡോർ തുറക്കുകയാണ്. തുറന്ന വാർഡ് തന്നെ മുന്നോട്ടേക്ക് ചാടി വന്ന് വീണത് ഒരു സോംബി ആയിരുന്നു. ആ 3 പിള്ളേരെ രക്ഷപ്പെടുത്താനായിട്ട് ആ സോംബി കെരയായിട്ട് നിന്നു കൊടുക്കാണ് നമ്മുടെ ആ ഒരു ലേഡി ഡോക്ടർ ഉണ്ടല്ലോ. അവര് പരമാവധി അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ആ സോംബി ഹോൾഡ് ചെയ്തിട്ട് നഴ്സിനോട് പറയുന്നുണ്ട്, പരമാവധി നിങ്ങൾ രക്ഷപ്പെട്ടു പോയിക്കോ, എന്റെ കാര്യം നോക്കണ്ട. എന്തായാലും ഇവരൊക്കെ എത്ര പരിശ്രമിച്ചാലും ആ ഒരു ഡോക്ടറെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മനസ്സ് കല്ലാക്കിക്കൊണ്ട് ആ ഒരു ക്രൂരമായ കാഴ്ച നേരിട്ട് കണ്ട് അവരവിടുന്ന് പോവാണ്. ഇനിയും കുറച്ച് ഡോറുകൾ തുറക്കണം, എന്നാലേ താഴത്തെ ഹെലികോപ്റ്ററിൽ ആ ഒരു ഭാഗത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അതുപോലെ ഒരുപാട് വൈകിക്കൂടെ ക്യാപ്റ്റനും അയാളുടെ ആൾക്കാരും കൂടെ ഒരുപാട് ഗണ്ണുകളുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുന്നിൽ പെട്ടിട്ടുണ്ടെങ്കിൽ സോംബികളുടെ മുന്നിൽ പെട്ടതിനേക്കാൾ കഷ്ടമായിരിക്കും. അങ്ങനെ രണ്ടും കൽപ്പിച്ച് വീണ്ടും മറ്റൊരു മുറി തുറക്കുന്നുണ്ട് കേട്ടോ. അതിലൂടെ വേണം അപ്പുറത്തേക്ക് കടക്കാനായിട്ട്. അവിടെയുണ്ട് ഒരുപാട് സോംബികൾ. പരമാവധി ഇവറ്റകളിൽ നിന്നും ഹൈഡ് ആയിക്കൊണ്ടാണ് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ 3 പിള്ളേരിൽ ഒരു പെണ്ണ് സോംബികളുടെ കൂട്ടത്തില് അവളുടെ അമ്മയെ കാണുകയാണ്. അവളുടെ അമ്മ തന്നെയാണ് സോംബിയായി മാറിയിരിക്കുന്നത്. അമ്മയെ കാണുന്ന സമയത്ത് ഒരു ചെറിയ പെൺകുട്ടിയല്ലേ, അവൾ അറിയാതെ അമ്മയെന്ന് വിളിച്ചു പോകുന്നുണ്ട് കേട്ടോ. അതോടുകൂടി പാളി എന്ന് പറയാലോ. അപ്പൊ തന്നെ മാനുവൽ അവളുടെ വായ പൊത്തുന്നുണ്ട്. പിന്നീട് വേഗം തന്നെ ഇവർ വിളിച്ചിരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാലോ. ഒരുപാട് സോംബികളുണ്ട്. ഇവന്മാര് മറികടന്നുകൊണ്ട് ഇനി അപ്പുറത്തേക്ക് കടക്കാന്ന് പറഞ്ഞാൽ അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ആ സമയത്താണ് മാനുവലിന് ഒരു കാര്യം ഓർമ്മ വന്നത്. അന്ന് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് യൂട്യൂബിൽ വീഡിയോ കണ്ടായിരുന്നല്ലോ, എങ്ങനെ ഈ സോംബികളുടെ കടി കൊള്ളാതെ രക്ഷപ്പെടാം എന്നുള്ള ട്രിക്കുകളൊക്കെ. ഈ ലഗേജ് ഒക്കെ തള്ളിക്കൊണ്ടതിന് ഉപയോഗിക്കുന്ന ട്രോളികൾ, അതുപോലെ തന്നെ എന്താ പറയാ ഗ്രില്ല് പോലെയുള്ള ചില ഫ്രെയിം, ഇതൊക്കെ വെച്ച് ഒരു കൂടുണ്ടാക്കിയിട്ട് അതിലൂടെ പോവുകയാണെങ്കിൽ രക്ഷപ്പെടാന്ന്. സോ അതുപോലെ ഒരു സാധനം ഇവരുണ്ടാക്കുകയാണ്. എല്ലാവരും കൂടെ അതിന്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു. നേരെ ആ ഒരു ഹെലികോപ്റ്ററിനെ ലക്ഷ്യമാക്കി അതങ്ങനെ തള്ളി തള്ളി കൊണ്ടുപോകണം കേട്ടോ. ആ നേരം ഒരുപാട് സോംബികൾ വരുന്നുണ്ട്. എന്നാൽ ഇവരെ ആക്രമിക്കാനോ മാന്താനോ കടിക്കാനോ അവറ്റകൾക്ക് പറ്റുന്നില്ല. അങ്ങനെ അവസാനം ഹെലികോപ്റ്ററിന്റെ അരികിലേക്ക് ഇവരെത്തുകയാണ്. 3 പിള്ളേരെയും ആ ഒരു നേഴ്സിനെയും പിന്നെ അതുപോലെ തന്നെ പാട്രിക്ക്, മാനുവൽ എല്ലാവരും ഹെലികോപ്റ്ററിലേക്ക് കയറുന്നുണ്ട്. എന്നാൽ വിചാരിച്ചതുപോലെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഒരു തകരാറ്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പാട്രിക്കിന് അറിയില്ല. ഇതിങ്ങനെ ട്രൈ ചെയ്യാല്ലാതെ സ്റ്റാർട്ട് ആവുന്നില്ല. അതേ നേരം തന്നെ കുറെ അധികം സോംബികൾ വരുന്നുണ്ട്. അപ്പൊ അവറ്റകളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, പാട്രിക്ക് നിനക്ക് പറ്റാവുന്ന രീതിയിൽ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നീ നോക്കെന്ന് പറയുന്നത്. അങ്ങനെ ഒരു കോടാലി എടുത്ത് മാനുവൽ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പരമാവധി സോംബികൾ ഈ ഒരു ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് വരാതിരിക്കാൻ പരമാവധി അവറ്റകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് മാനുവൽ. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ പാട്രിക്ക് ആ ഒരു ഹെലികോപ്റ്റർ ഏകദേശം ഓൺ ആക്കി എടുത്തിട്ടുണ്ട്. എന്നാൽ അതിലേക്ക് ഒറ്റയടിക്ക് മാനുവലിന് ഓടി വന്നങ്ങ് കയറാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയോ, ക്യാപ്റ്റനും അയാളുടെ ആളുകളും കൂടെ തൊട്ടപ്പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. സമയമില്ല, സെക്കൻഡുകൾ പോലും ഒന്ന് ആലോചിക്കാൻ നേരമില്ല. പെട്ടെന്ന് തന്നെ മാനുവൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. പാട്രിക്കിനോട് കണ്ണുകൊണ്ട് എന്തോ ഒന്ന് കാണിക്കുകയാണ്, നീ തയ്യാറായോ പതുക്കെ മുകളിലേക്ക് എടുത്തോ എന്നാ പറയാ. ഇതേ നേരം തന്നെ മാനുവൽ അവിടെ ക്ലോസ് ചെയ്ത് വെച്ചൊരു ഗേറ്റ് ഉണ്ടായിരുന്നു, അത് ഒറ്റയടിക്ക് തുറക്കുന്നുണ്ട്. അപ്പുറത്ത് ഒരുപാട് സോംബികളായിരുന്നു. ഇവറ്റകളെല്ലാം കൂടെ ഈ ഹെലിപ്പാഡിലേക്ക് അങ്ങോട്ട് കുതിച്ച് കയറി വരികയാണ്. അവിടെ തന്നെ ഈ ക്യാപ്റ്റനും അയാളുടെ ആൾക്കാരും ഉണ്ട്. അപ്പൊ പാട്രിക്കിനെ കണ്ട പാടിനെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, പാട്രിക്ക് മര്യാദക്ക് താഴെ ഇറക്കിക്കോ, അല്ലെങ്കിൽ എല്ലാത്തിനെയും വെട്ടി വെച്ചിടുന്ന് പറയാണ്. എന്നാൽ അപ്പോഴേക്കും ഇവന്മാരുടെ ദേഹത്തേക്ക് സോംബികൾ വന്ന് ചാടി കയറുകയാണ്. ഇവരുടെ കയ്യിൽ എത്ര നല്ല വെപ്പൺ ഉണ്ട് എന്നിട്ട് കാര്യമില്ല. ഇതുപോലെ ഒരുപാട് സോംബികൾ വന്നിട്ടുണ്ടെങ്കിൽ
ആളുകൾ എന്ത് ചെയ്യാനാ? ഇതേ നേരം തന്നെ ആ ഒരു ഹെലികോപ്റ്റർ ആണെങ്കിൽ പതിയെ മുകളിലേക്ക് പൊന്തിയിട്ടുണ്ടായിരുന്നു. പാട്രിക്ക് ഒരു ഗോവണി എടുത്ത് താഴെ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഒരു വിധത്തിൽ മാനുവൽ അതിൽ പിടിച്ച് മുകളിലേക്ക് കയറുകയാണ്. പിന്നീട് പതിയെ 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 ഹെലികോപ്റ്റർ മുകളിലേക്ക് പൊന്തി പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ താഴെ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ അവന്റെ ആളുകൾ എല്ലാം സോംബികളുടെ കാടിയേറ്റ് ചാവുകയാണ്. അവര് രക്ഷപ്പെടാത്തത് നന്നായി. എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ട് കുറച്ച് അപ്പുറത്തേക്ക് പോയപ്പോഴാണ് മാനുവല്, പാട്രിക്ക്, പിന്നെ അതുപോലെ തന്നെ ആ ഒരു നഴ്സ്, ഇവർക്ക് 3 പേർക്കും സമാധാനമായത്. നഴ്സിനാണെങ്കിൽ ആ ഒരു 3 പിള്ളേരെയും രക്ഷപ്പെടുത്തിയല്ലോ എന്നുള്ളൊരു സമാധാനമാണ്. ഈ സമയത്ത് തന്നെ മാനുവൽ അവന്റെ ചേച്ചി ലൂസിയെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ചേച്ചി, നിലവിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല, എന്റെ കൂടെ കുറച്ച് പേരുണ്ട്, ഞങ്ങൾ എല്ലാവരും ആ ഒരു ഐലൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു മെസ്സേജ് മാനുവൽ അവന്റെ ചേച്ചി ലൂസിക്ക് കൊടുത്ത പാടിന് തിരിച്ചു കിട്ടിയ മറുപടി എന്താണെന്നറിയോ? മോനെ മാനുവല്, ഒരു കാരണവശാലും നീ ഒരു ദ്വീപിലേക്ക് വരരുത്, തിരിച്ചു പോയിക്കോ, ഇങ്ങോട്ടേക്ക് വരേ വേണ്ടാന്ന്. എന്തുകൊണ്ടാ ചേച്ചി ഇങ്ങനെ പറഞ്ഞതെന്ന് അവര് മനസ്സിലായില്ല. അതുപോലെ തന്നെ ഇവര് പോകുന്ന ആ ഒരു ദിശയിലേക്ക് കുറച്ചധികം ആർമിയുടെ വിമാനങ്ങൾ വളരെ അധികത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് അവിടെ എന്താ സംഭവിച്ചതെന്ന് മാനുവൽ, പാട്രിക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. ഇത്രയും കാലം സേഫ് ആണ്, ഇങ്ങോട്ടേക്ക് വാ എന്ന് വിളിച്ചോണ്ടിരുന്ന അവന്റെ ചേച്ചിയാണ് ഇപ്പൊ പറയുന്നത്, മോനെ ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന്. വല്ലാത്തൊരു അമ്പരപ്പിലിരിക്കുന്ന മാനുവലിനെയും പാട്രിക്കിനെയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. എന്നാൽ എന്താണ് അവസാനം സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഏറ്റവും സേഫ് ആണെന്ന് പറഞ്ഞ ആ ഒരു ദ്വീപ്, ആ ദ്വീപിലാണല്ലോ അവന്റെ ചേച്ചിയും ഭർത്താവും അതുപോലെ തന്നെ ഒരുപാട് മിലിറ്ററിക്കാരുള്ളത്. അവിടെ വരെ വൈറസ് സ്പ്രെഡ് ആയിരിക്കുകയാണ്. ഒരിക്കലും അവിടെയും സേഫ് അല്ല. അതുകൊണ്ടാണ് ലൂസി ഇങ്ങോട്ടേക്ക് വരണ്ട, മറ്റെങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോയിക്കോ എന്ന് പറഞ്ഞത്. അതായത് ലോകം മുഴുവനും ഈ വൈറസ് സ്പ്രെഡ് ആയി കഴിഞ്ഞു. അതായത് ഈ ലോകത്തിൽ സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇനി. അതായത് അത് ആരംഭിക്കുകയാണ്. എന്താണ് ആരംഭിക്കുന്നത്? ലോകാവസാനം തന്നെ. ഇത് നശിക്കാൻ പോവുകയാണ്. ആർക്കും അതിനെ തടുക്കാൻ കഴിയില്ല. ഒരു തുടക്കമുണ്ടെങ്കിൽ അവസാനം ഉണ്ടാവുമല്ലോ, ആ അവസാനമാണിത്.